ഒരു മാറ്റത്തിനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മുടെ വിജയത്തിൽ വളരെയധികം ആവശ്യമായ ഒരു കാര്യമാണ്. വിജയിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ സാധാരണ ഒരു ലൈഫിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ മാറ്റാനായിട്ട്, അവരൊരു മാറ്റത്തിനായിട്ട് സ്വയം വിട്ടുകൊടുത്ത വ്യക്തികളാണ്. നമുക്കിന്ന് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ചിന്തിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ മാറ്റത്തിനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവ പലപ്പോഴും ഒരു വിജയിയുടെ മനസ്സ് എന്ന് പറയുന്നത് അവർ വിജയിച്ചൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിച്ചാൽ അറിയാം, അങ്ങനെയുള്ള വ്യക്തികളുടെ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ചിന്തകൾ വളരെയധികം വ്യത്യാസമാണ്. സാധാരണ രീതിയിൽ ഒരു ഓർഡിനറി അല്ലെങ്കിൽ വളരെയധികം അന്നുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന വ്യക്തികളുടെ മനസ്സിലോ ചിന്തയിലോ വരുന്ന കാര്യമായിരിക്കില്ല ആ ഒരു വിജയിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ചിന്തയിലും വരിക. സോ നമ്മുടെ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ചിന്തയിലാണ്. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഓർഡിനറി, അതായത് നമ്മൾ 100 പേരെ എടുത്താൽ ഒരു 80% ആൾക്കാരും ചിന്തിക്കുന്നത് പോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്നത് ബേസ്ഡ് ഓൺ നമ്മുടെ ലോകം മുഴുവനുമുള്ള ഡേറ്റ വച്ചിട്ടാണ്. അതായത് ലോകത്തിൽ വിജയിച്ചവരുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഗൂഗിളിലേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, നമ്മുടെ ലോകത്തെ മുഴുവൻ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ സ്വയം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ലോകത്തിൽ മുഴുവനുമുള്ള ജനസംഖ്യ, അതിൽ ഏറ്റവും അധികം സമ്പത്ത് കയ്യിലായിരിക്കുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ ചിന്തിക്കുകയും അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നമുക്കത് എടുക്കാം. ഓക്കെ, ഇന്ത്യയിൽ എത്ര ജനസംഖ്യയാണുള്ള അതിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരായി നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെയും സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ്, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ സമ്പത്തായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വളരെയധികം സമ്പത്ത് ഇല്ലാതെ, അല്ലെങ്കിൽ സാധാരണ ഒരു ഓർഡിനറി ലൈഫ് എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ആ രീതിയിലായിരിക്കുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കുകയും, അതായത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, എന്നാൽ സമ്പത്ത് ഇല്ലാത്തവരെ വീണ്ടും വീണ്ടും സമ്പത്തില്ലാത്ത അവസ്ഥയിൽ തന്നെ തുടർന്ന് പോകുന്നു, കൂടുതൽ കൂടുതൽ ബാധ്യതകളിലേക്ക് പോകുന്നു. ഇത് മനസ്സിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമാണ്. ഓക്കെ, നമ്മൾ ജീവിച്ച് തുടങ്ങുന്ന സമയങ്ങളിൽ, നമ്മുടെ കുട്ടിക്കാലത്ത് ഒക്കെ പല ആൾക്കാരും സാമ്പത്തികമായ കാര്യങ്ങളിൽ, ഏറ്റവും പ്രത്യേകിച്ച് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറേ മൈൻഡ് ബ്ലോക്കുകൾ വന്നിട്ടുണ്ടായിരിക്കാം. അറിഞ്ഞും അറിയാതെയോ നമ്മുടെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ചില പ്രത്യേകതരം മൈൻഡ് സെറ്റിലാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, കുറച്ച് വ്യക്തികളെങ്കിലും ചിന്തിക്കും, ഒത്തിരി പൈസ ഉള്ള ആൾക്കാരൊക്കെ മോശം ആൾക്കാരാണ്, അല്ലെങ്കിൽ സമ്പത്ത് അധികമുള്ളതെല്ലാം തെറ്റാണ് എന്ന് ചിന്തിക്കാം. ആ രീതിയിലുള്ള ചിന്തകൾ വന്നേക്കാം. എന്നാൽ ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു സാധ്യതയാണ്, ഉപകരണമാണ് എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുകയും നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു നല്ല ശതമാനം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒത്തിരി സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരിക്കലും പൈസ കയ്യിലുണ്ട് എന്നുകൊണ്ട് അത് തെറ്റല്ല, ഇല്ലെങ്കിൽ അത് ഒരു കുറേ കാശ് കയ്യിൽ വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം എനിക്ക് ആവശ്യത്തിന് കാശ് മതി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മതി, ഈ ചിന്തകളെയാണ് നമ്മൾ ആദ്യമേ ഫൈറ്റ് ചെയ്യേണ്ടത്. ഒരു മാറ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡിനറി മൈൻഡ് സെറ്റിൽ നമ്മളായിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിലാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത് നമ്മുടെ സാധ്യതകളെ തിരിച്ചറിയുക, അതിനനുസരിച്ച് ഒരു മാറ്റത്തിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. സാധ്യതകളെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒത്തിരി വളരെയധികം ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ്, ഇത് ഞാൻ ഒരു ഡ്രൈവിങ്ങിന് പോകുന്ന സമയത്ത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വോയിസാണ്. ഈ ശബ്ദം എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്രയോ വർഷങ്ങൾ കേൾക്കുവാൻ സാധ്യതയുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ കണക്ട് ചെയ്യാൻ തക്കവണ്ണം പോഡ്കാസ്റ്റുകൾ ചെയ്യാനായിട്ട് ശീലിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക, അടുക്കും ചിട്ടയോടുകൂടി വാക്കുകൾ കിട്ടുക, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെയൊക്കെ ഒത്തിരി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വേണം വരാനായിട്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എനിക്കും ഇതുപോലെ ഞാൻ ആയിരിക്കുന്ന സബ്ജക്റ്റിൽ മറ്റുള്ളവരെ സഹായിക്കണം ശബ്ദത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആ രീതിയിൽ പോഡ്കാസ്റ്റുകൾ തുടങ്ങുകയും ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. ആദ്യമൊക്കെ കുറേ രീതിയിൽ നമുക്ക് കുറച്ച് സമയത്ത് പോഡ്കാസ്റ്റ് ആയിരിക്കും ചെയ്യാൻ കഴിയുക, അതിനെ ഡെവലപ്പ് ചെയ്യുക, മറ്റുള്ളവരുടെ പോഡ്കാസ്റ്റ് കേൾക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് ചിലപ്പോൾ ഒരു വാട്സാപ്പിൽ നല്ല ശബ്ദത്തിൽ നമുക്ക് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ നമ്മൾ ശീലിച്ചാൽ പോലും നമുക്ക് അതിലൂടെ സെയിൽസ് അല്ലെങ്കിൽ കച്ചവടമോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പുതിയ ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് പോഡ്കാസ്റ്റ് എന്നുള്ള ഒരു മാറ്റത്തിനായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരം ഭംഗിയാക്കാനായിട്ട് ചെയ്യുക. രണ്ടെന്ന് പറയുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വീഡിയോ ആണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ആൾക്കാർ ഓരോ സാധനങ്ങൾ വാങ്ങുന്നതും അതും എത്രയോ വില കൂടിയ സാധനങ്ങൾ പോലും വാങ്ങുന്നത് നേരിട്ട് കാണാതെയാണ്, ഓൺലൈനിലാണ്. അതെന്ന് പറയുന്നത് ഈ വീഡിയോസിലൂടെ കൃത്യമായിട്ട് ട്രസ്റ്റ് വാല്യൂ ബിൽഡ് ചെയ്തതിന് ശേഷം പണ്ടുള്ളതുപോലെ അല്ല. അത് പൂർണ്ണമായിട്ട് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. ചില വീടുകൾ വാങ്ങുന്ന പോലും പല ആൾക്കാരും വീട് നേരിട്ട് പോയി കാണാതെ വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം അത്രയും വളരെ നല്ല രീതിയിൽ ട്രസ്റ്റ് വാല്യൂയിൽ വീഡിയോസ് കൃത്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ വിദേശത്തിരിക്കുന്ന ആൾക്കാർ പോലും പലതും നേരിട്ട് കാണാതെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ ട്രാൻസ്പെറൻസി, അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വാല്യൂ, അദ്ദേഹം ആ വീഡിയോ ഏത് രീതിയിലാണോ എടുത്തിരിക്കുന്നത് ഓരോ പോർഷൻസും കൃത്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു ഫീല് വരുന്നുണ്ട്. അതുപോലെ ഗോൾഡ്, സ്വർണം പോലും ആൾക്കാർ നേരിട്ട് വാങ്ങുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു വിശ്വസ്തതയിൽ നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് തന്നെ കാണാതെ പർച്ചേസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സാധ്യത തിരിച്ചറിയണം. നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങണം. നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ ആ വീഡിയോസിലൂടെ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ നൽകാനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പറ്റുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ആവശ്യമാണ് വീഡിയോയ്ക്ക്. ഇല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ഇരുണ്ട് പോകും. അതോടൊപ്പം തന്നെ നമ്മുടെ ശബ്ദം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് വീഡിയോസ് ചെയ്യാൻ കഴിയില്ല, ബുദ്ധിമുട്ട് വരും. ആൾക്കാർക്ക് കേൾക്കുന്നവർ അധികം കേൾക്കില്ല ശബ്ദം കറക്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരികയും ആൾക്കാർ നമ്മൾ വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഹാർഡായിട്ട് മോശമായിട്ട് വാക്കുകളൊക്കെ ചിലപ്പോൾ ഓൺലൈനിൽ വരുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കമൻസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സബ്ജക്റ്റിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുക. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പോവാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും വീഡിയോയെക്കുറിച്ച് പറയുക ഇങ്ങനെയാണ്. വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരിക, പറയുക, പോവുക, അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ഒത്തിരി വച്ചുകെട്ടുകളില്ലാതെ വളരെ ലളിതമായിട്ടും മറ്റുള്ളവരുടെ സമയത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞു വീഡിയോസ് ചെയ്യുക. ആദ്യമേ നമ്മൾ ഒത്തിരി വലിയ വീഡിയോകൾ ചെയ്യണമെന്നില്ല, എന്നാൽ ചെറിയ വീഡിയോസ് നമ്മൾ ചെയ്ത് അതിനുശേഷം കുറച്ചുകൂടെ ആൾക്കാരൊക്കെ നമ്മളെ കാണുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഷോർട്സ്, റീൽസ് എന്നൊക്കെ പറയുന്ന 1 മിനിറ്റ് വീഡിയോസ് ധാരാളം അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വീണ്ടും അതിനേക്കാളും കുറച്ചുകൂടെ മാറിയിട്ട് 30 സെക്കൻഡ്സിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ, ആശയങ്ങളെ ചെറിയ വീഡിയോസ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. അങ്ങനെ കുറച്ച് ചെയ്ത് ഒരു ട്രസ്റ്റ് വാല്യൂയും ആൾക്കാരുമായിട്ടൊക്കെ ഒരു വിസിബിലിറ്റിയൊക്കെ വന്നതിന് ശേഷം, ഇൻഫ്ലുവൻസ് ഒക്കെ വന്നതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് ലോങ് വീഡിയോസ് ചെയ്യാം 10 മിനിറ്റിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ മൈൻഡ് സെറ്റ് നമുക്ക് നന്നായിട്ട് മാറേണ്ടതുണ്ട്. നമ്മൾ ശബ്ദം റെക്കോർഡായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ശീലിക്കുക. അത് ചെയ്ത് വരുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് കഴിയുക. വീഡിയോസിലേക്ക് വരിക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നിങ്ങളെ കുറേ ആൾക്കാർ അറിയും. അങ്ങനെ നിങ്ങളെ ആൾക്കാർ അറിയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുമായിക്കോട്ടെ അത് നിങ്ങൾക്ക് വിൽക്കുവാൻ കഴിയും. പക്ഷേ ഓർക്കണം, നമ്മുടെ നാട്ടിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള സർവീസുകളല്ല കൂടുതൽ സെല്ലാവുക. ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ള, ആൾക്കാർക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ
അവിടെ കൈത്തുമ്പിലേക്ക് ഇരിക്കുന്ന, അതായത് മൊബൈലിലൊക്കെയാണല്ലോ ധാരാളം ആൾക്കാർ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ സെല്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം മാറ്റത്തിനായിട്ട് വിട്ടുകൊടുക്കുക. ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുകയും ഇതുവരെയും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മാറ്റം വരിക. എല്ലാവരെയും പോലും ചിന്തിക്കാതെ ആ ഒരു വിജയിക്കുന്നവരുടെ 100-ൽ 20% അല്ലെങ്കിൽ 20%-ൻ്റെ 20%, അതായത് ഒരു 4%, ലോകത്തിലെ മുഴുവൻ ആൾക്കാരിൽ ഒരു 4% ആൾക്കാരാണ് ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്നതെങ്കിൽ, വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾക്കും വരാനായിട്ട് കഴിയട്ടെ. പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഒരു മാറ്റത്തിനായിട്ട് വിട്ടുകൊടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് അറിയിക്കാം. മറ്റൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും നമുക്ക് കാണാം. ഇതൊരു കണ്ടിന്യൂഷനായിട്ട് ഇനിയും നിങ്ങൾക്ക് തുടർന്നുള്ള ഒത്തിരി പോഡ്കാസ്റ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടാവും. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആക്ഷൻ എടുക്കുകയും ആ എടുക്കുന്ന ആക്ഷൻസ് വാട്സാപ്പിലോ മറ്റോ അറിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം സന്തോഷം. നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ ക്യാൽസാർ. താങ്ക് യു.